എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദക്ഷിണ ഭാരതത്തിലെ ചിരപുരാതനമായ ആറ്റുകാൽ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടത്തെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് പൊങ്കാല. ഇവിടെ ദേവി ജഗദംബിക തന്നെ ആശ്രയിക്കുന്നവർക്ക് അഭയമരുളുന്ന സർവാഭീഷ്ടദായിനിയായി നിലകൊള്ളുന്നു. പാതിവൃത്യത്തിൻ്റെ പ്രതീകമായ കണ്ണകിയുടെ അവതാരമാണ് ആറ്റുകാൽ ഭഗവതി എന്നും വിശ്വാസമുണ്ട്. നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ പാണ്ഡ്യരാജാവ് വധിച്ചതിൽ മനംനൊന്ത് മുല പറിച്ചെറിഞ്ഞ് തൻ്റെ കോപാഗ്നിയിൽ മധുര നഗരത്തെ ചുട്ടരിച്ച പാതിവ്രത്യത്തിൻ്റെ പര്യായമായ കണ്ണകി മധുര ദഹനത്തിനു ശേഷം കന്യാകുമാരിയിലൂടെ കേരളക്കരയിൽ പ്രവേശിച്ച് കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാലിൽ തങ്ങിയെന്നും ഐതിഹ്യമുണ്ട്. ശേഷം കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചു എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ ഉത്സവകാലങ്ങളിൽ പാടിവരുന്ന തോറ്റംപാട്ട് കണ്ണകിയുടെ ചരിത്രത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. കാർത്തിക നാളിൽ ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനമായിട്ടുള്ളത് കുംഭമാസത്തിലെ പൂരനാളും പൗർണമിയും ഒത്തുവരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ്. പൊങ്കാല ഒരു യജ്ഞമാണ്. അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാലയെ കരുതിപ്പോരുന്നത്. യജ്ഞ ആചാര്യ നമ്മൾ തന്നെയാണ്. അന്നപൂർണേശ്വരി ദേവിയുടെ ഇഷ്ടവഴിപാടാണ് പൊങ്കാല. പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിനുള്ളിലെ ഏത് ആഗ്രഹങ്ങളും ദേവി സാധിച്ചു തരുമെന്നും വിശ്വസിക്കുന്നു. ഉത്സവം ആരംഭിക്കുന്നതോടെ ചിലർ പൊങ്കാല വ്രതം ആരംഭിക്കുന്നു. പൊങ്കാലയിടുന്ന ഭക്തർ കുറഞ്ഞത് 3 ദിവസമെങ്കിലും വ്രതമനുഷ്ഠിക്കണം. അതിന് സാധിച്ചില്ലെങ്കിൽ പൊങ്കാലയ്ക്ക് മുൻപ് 1 ദിവസമെങ്കിലും വ്രതമെടുക്കുക. കൂടാതെ ദിവസത്തിൽ 2 നേരം കുളിച്ച് മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി വേണം വ്രതം അനുഷ്ഠിക്കുവാനായിട്ട്. പൊങ്കാലയുടെ തലേ ദിവസം 1 നേരം മാത്രമേ അരി ആഹാരം കഴിക്കാൻ പാടുകയുള്ളൂ. പൊങ്കാലയ്ക്ക് മുൻപ് ക്ഷേത്ര ദർശനം നടത്തി പൊങ്കാലയിടുവാൻ അനുവാദം ചോദിക്കേണ്ടതാണ്. പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വയ്ക്കുക എന്ന ചടങ്ങുമുണ്ട്. തൂശനിലയിൽ അവിൽ, മലർ, വെറ്റില, പാക്ക്, പഴം, ശർക്കര, പൂവ്, ചന്ദനത്തിരി, നിലവിളക്ക്, നിറനാഴി, കിണ്ടിയിൽ വെള്ളം എന്നിവ വയ്ക്കുന്നു. ദേവി സ്മരണയോടെ വേണം വ്രതം അനുഷ്ഠിക്കുവാനായിട്ട്. പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടേണ്ടത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രകൃതിയുടെ പ്രതീകമായ മൺകലം എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ്. അഗ്നി എന്ന ദേവനെയും സൂര്യൻ എന്ന തേജസ്സിനെയും അറിഞ്ഞു വേണം ആരാധിച്ചു വേണം പൊങ്കാല സമർപ്പിക്കേണ്ടത്. ഭണ്ഡാര അടുപ്പിൽ മേൽശാന്തി അഗ്നി പടരുന്നതോടെയാണ് പൊങ്കാല ആരംഭിക്കുന്നത്. ക്ഷേത്രത്തിനു മുൻപിലുള്ള ഭണ്ഡാര അടുപ്പിൽ തീ കത്തിച്ചതിനു ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കുകയുള്ളൂ. പൊങ്കാല അടുപ്പിൽ തീ കത്തിച്ചതിനു ശേഷം മാത്രമേ ജലപാനം പാടുള്ളൂ എന്നും നിർബന്ധമുണ്ട്. പൊങ്കാലയിടുന്ന മൺകലം അടുപ്പിൽ വയ്ക്കുന്നത് മുതൽ ലളിതാ സഹസ്രനാമം ജപിച്ചു നോക്കൂ. ദേവിയുടെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടാകുന്നു. അത് ലളിതാ സഹസ്രനാമം ജപിക്കുന്നവർക്ക് അനുഭവപ്പെടുന്നതാണ്. എവിടെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നുവോ അവിടെ ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു. മൺകലങ്ങളിൽ തന്നെ പൊങ്കാലയിടുന്നതാണ് നല്ലത്. കഴിയുന്നത്ര ക്ഷേത്രത്തിനോട് അടുത്തായിട്ട് പൊങ്കാലയിടുന്നത് വളരെ ഉത്തമമാണ്. സ്ത്രീകളാണ് പൊങ്കാല സമർപ്പിക്കുന്നത്. എല്ലാവർക്കും തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോയി പൊങ്കാല ഇടുവാൻ കഴിഞ്ഞു എന്ന് വരില്ല. എന്നാൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ടതില്ല. വളരെ ആത്മസമർപ്പണത്തോടെ നമുക്ക് വീട്ടിൽ വെച്ചും പൊങ്കാല സമർപ്പിക്കാവുന്നതാണ്. വളരെ ആത്മസമർപ്പണത്തോടെ ലളിതാ സഹസ്രനാമം ചൊല്ലി നിങ്ങൾ വീട്ടിൽ വെച്ചിട്ടായാലും പൊങ്കാല സമർപ്പിക്കുമ്പോൾ ദേവി നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവുമില്ല. ദേവിക്ക് വളരെ ആത്മസമർപ്പണത്തോടെ നേരിട്ട് നിവേദ്യം സമർപ്പിക്കുമ്പോൾ ഒരു 100 കോടി പുണ്യം നമുക്ക് ലഭിക്കുന്നു. പ്രകൃതിയുടെ പ്രതീകമായ മൺകലം ശരീരമായി സങ്കല്പിച്ച് അതിൽ അരിയാകുന്ന മനസ്സ് തിളച്ച് അതിൻ്റെ അഹംബോധം നശിക്കുകയും ശർക്കരയാകുന്ന പരമാനന്ദത്തിൽ ചേർന്ന് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പായസമായി മാറുന്നു എന്നാണ് വിശ്വാസം. പൊങ്കാലയിടുവാനായി നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എപ്പോഴും കഴിയുന്നതും പുതിയത് വാങ്ങി ഉപയോഗിക്കുകയായിരിക്കും നല്ലത്. നമ്മൾ ധരിക്കുന്ന വസ്ത്രവും
പുതിയതായിരിക്കുവാൻ ശ്രദ്ധിക്കുക. മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും അതിലുപരി ആത്മസമർപ്പണത്തോടെയും പൊങ്കാല സമർപ്പിക്കുന്നവരുടെ വീടുകളിൽ എപ്പോഴും ദേവിയുടെ സാന്നിധ്യമുണ്ടാകുമെന്ന് പറയുന്നു. എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. ആറ്റുകാലമ്മയുടെ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ.